കൂടിയെണ്ണം താഴെ താ. കാടും മലയും കേറിയിറങ്ങി കാണും കാഴ്ചകളെല്ലാം നീ എന്നോടൊന്നു ചൊല്ലിത്തായ പൂങ്കാറ്റേ. അക്കരെ നിന്നൊരു കിന്നാര പാട്ടുമായി ഇക്കരെ വന്നൊരു പുന്നാരക്കാറ്റേ നീ. ഹായ് ചിൽഡ്രൻ, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ആനുവൽ സെലിബ്രേഷന്. എല്ലാവരും അവരവരുടെ പരിപാടി മികച്ചതാക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ റിഹേഴ്സലിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടീച്ചർ. ഇങ്ങനെയാണോ വയലിൻ വായിക്കുക? കേൾക്കാൻ ഒരു രസവുമില്ല. ഇതിനേക്കാൾ നന്നായി ഞാൻ വായിക്കും. ഇങ്ങനെയാണോ നീ പാടാൻ പോകുന്നത്? ഒരു താളവുമില്ലല്ലോ. സംഗതി തീരെ പോരാ. ഒരു ഭംഗിയുമില്ല നിന്റെ ചിത്രം കാണാൻ. ഇതിലും നന്നായി ഞാൻ വരയ്ക്കും. എന്ത് പറ്റി ജോമി, നീ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എന്റെ പാട്ട് കേൾക്കാൻ ഒരു രസവുമില്ലടാ. ഞാൻ പങ്കെടുത്താൽ എനിക്ക് സമ്മാനമൊന്നും കിട്ടാനും പോകുന്നില്ല. അതെന്താ ഇപ്പോ അങ്ങനെയൊക്കെ പറയുന്നേ? ടോമി പറഞ്ഞു എന്റെ പാട്ട് കേൾക്കാൻ ഒരു താളവുമില്ല എന്ന്. ഓ, അതാണോ കാര്യം? അതവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലിൻ വായന കേൾക്കാൻ ഒരു രസവുമില്ല, ഇതിലും നന്നായി അവൻ വായിക്കുമെന്നൊക്കെ ദേ ഇവനോടും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ വരച്ച ചിത്രം കാണാൻ ഒരു ഭംഗിയുമില്ല, ഇതിലും നന്നായി അവൻ വരയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? അത് നീ കാര്യമാക്കണ്ട. നമ്മുടെ കഴിവുകൾ 100% നീതി പുലർത്തിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. Judges, please note chess number 23. അടുത്തതായി പാട്ടാണ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. അടുത്തതായി ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. വയലിൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലക്. അടുത്തതായി ഇന്ന് നടന്ന സോങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോമിയ. അടുത്തതായി ഇന്ന് നടന്ന ചിത്രരചന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുന്തിരിക്കുട്ടൻ. അവന് സമ്മാനം കിട്ടിയോ? അപ്പോ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് എല്ലാത്തിനും ബെസ്റ്റ് എന്ന്. അറിയല്ലേ ടോമി, പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാളെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. നീയും കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിന്നെ. എന്താ? വിവരവും ഇല്ലല്ലോ. ടോമി മോനെ, ടോമി, എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം?
ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്കങ്ങോട്ട് പോയി കുളിക്ക്. ഹായ് ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. ശരി ടീച്ചർ. ടീച്ചർ, അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ എങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം. മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. അങ്കിൾ, ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിൽ ഓട്ടവും ചാട്ടവുമായിരുന്നു, അങ്ങനെ ആയതാ. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. ഇന്നല്ലേ ഡാഡി ഒരു പെറ്റിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്? മമ്മി, ഡാഡി എപ്പോഴാ വരിക? അറിയില്ല മോനെ, വിളിച്ചു നോക്ക്. ഓക്കേ. ഡാഡി, ഡാഡി, ഡാഡി എപ്പോഴാ വരിക? ഡാഡി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ കുട്ടാ. എന്താ കാര്യം? അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ, മറന്നു പോയോ? പെറ്റിന്റെ കാര്യമല്ലേ, ഡാഡി മറന്നിട്ടില്ല. വരുമ്പോൾ കൊണ്ടുവരും. പോരെ? താങ്ക് യു ഡാഡി. ഉമ്മ.
ഓ, ഇനി ഇതിന്റെ ഒരു കുറവും കൂടിയേ ഈ വീട്ടിലുള്ളൂ. ടോമി, ഇത് കാരണം നീ ഇനി പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തു വിടും. നോക്കിക്കോ. നീ ഇങ്ങനെ വെറുതെ ചൂടാവാതെ, അവൻ പഠിച്ചോളും അല്ലേടാ? അതെ. എന്നാ അച്ഛനും മോനും എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ടോമി, ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത് കേട്ടോ. അതെന്താ ഡാഡി? പരിചയമില്ലാത്ത സ്ഥലമല്ലേ. വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും. നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം. എന്താ? Done. ഹായ്, എന്ത് രസമാ നിന്നെ കാണാൻ. വാ, നമുക്ക് എന്റെ റൂമിൽ പോകാം. ഡാഡി പറഞ്ഞത് നിന്നെ തുറന്നു വിടരുതെന്നാ. പക്ഷേ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കും. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പന്ത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? വാ, കാണിച്ചു തരാം. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന്? അത് ഞാനല്ല, തത്തയാ. തത്തയോ? അത് പറക്കാൻ നോക്കിയപ്പോ ചിറക് തട്ടി വീണ് പൊട്ടിപ്പോയതാ. അത് ശരി, നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇതുകൂടി? ആരാ അതിനെ തുറന്നു വിട്ടത്? നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന്. മതി നിന്റെ പെറ്റ് സ്നേഹം. മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും. ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും. ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശന് കൊടുക്കാം. അതാ നല്ലത്. അത് ഞാൻ കൊണ്ടു കൊടുക്കാം. നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഞാനാ ഫ്ലവർ വൈസ് പൊട്ടിച്ചത്. എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു. ആറ്റുനോട്ട് ഡാഡി വാങ്ങി തന്ന തത്തയായിരുന്നു. അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന്. ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ? ദേ നോക്ക്. സോറി തത്തമ്മ കുട്ടി. മുത്തശ്ശി, ഈ നട്ടുച്ച വെയിലത്ത് എന്തെടുക്കുക? ഈ കുട പിടിച്ചോ. താങ്ക് യു മോളു. മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത് വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും കുട ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണമെന്ന്? മുത്തശ്ശി മറന്നുപോയി മക്കളെ. അതല്ലേ കുട ഞങ്ങൾ കൊണ്ടു തന്നത്. മുത്തശ്ശി എന്തെടുക്കുകയായിരുന്നു? കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങിങ്ങായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം. പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ. പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കേന്ദ്രങ്ങളാളാതെ ശ്രദ്ധിക്കുകയും വേണം. വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും, അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും. എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല. നല്ല ശ്രദ്ധ വേണം. മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും. അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക് കൂത്താടികളും പ്യൂപ്പകളും വളരും. ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത്? അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി, അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക? അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും? അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ, അവരതിൽ നിന്നും വെള്ളം കുടിക്കും. മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം. വേനൽക്കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു. മാന്യരെ, പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ്.
അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പ്രഭു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? കേൾക്കട്ടെ. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. നമ്മളല്ല, നീ ഒരു പ്രാവശ്യം കുളിക്കുന്ന വെള്ളമുണ്ട്, നമുക്ക് ഒരു മാസം കുളിക്കാം. ആ മതി നിർത്തൂ. ആനക്കുട്ട, നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക, അതും ഈ ചൂടുകാലത്ത്? നിർത്തൂ. ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത്. എല്ലാവരും പരസ്പരം നോക്കി നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും തല താഴ്ത്തി നിന്നു. ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു. ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ച് നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തു പറയുന്നു? സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. സിംഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സംഭരണിയുടെ പണി തുടങ്ങി. എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു, ചെന്നായ ഒഴികെ. എടാ, നീ എന്താ ഇവിടെ കിടക്കുന്നത്? വരുന്നില്ലേ? വന്ന് സഹായിക്കടാ. ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ? ഓ, എനിക്കൊന്നും വയ്യ. കൈക്കും കാലിനും തീരെ വയ്യ. എന്തു പറ്റി? ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയത് കൊമ്പൊടിഞ്ഞ് പൊത്തോം എന്ന് പറഞ്ഞതാ കിടക്കുന്നു താഴെ. എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ. നീയാണോ വീണത്? ഞാനല്ലേ. പോയെ കൈക്കും കാലിനും എല്ലാം നീരാ, നല്ല വേദനയുണ്ട്. ഇത് കേട്ട് ആന മഴവെള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ചെന്നായ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചാലിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി. മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി. മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ മഴ പോയി. വീണ്ടും വേനലെത്തി. പണിയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന ചെന്നായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. തകർപ്പനൊരു കുളി നടത്താനും അവൻ മറന്നില്ല. ഇതെല്ലാം മറന്നിരുന്ന് നമ്മുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു. ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഒരു പണിയും ചെയ്യാതിരുന്ന മടിയനാണവൻ. നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം. വേണമെങ്കിൽ നിന്റെ ഗദയുണ്ടല്ലോ, അതും കൂടി കരുതിക്കൊള്ളൂ. അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട. അവന്റെ മുതുകിനെ നോക്കി തന്നെ കൊടുത്തേക്ക്. ഇത് രാജകൽപ്പനയാണ്. ശരി പ്രഭു. അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. എന്നാൽ ആനയുടെ ഗദ കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു. അമ്പട കേമ, എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു. ഹായ്, എന്താ തേനിന്റെ ഒരു രുചി. ഇന്നിനി എന്തിനാ വെള്ളം? ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതിയടക്കാനായില്ല. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ട് ചെന്നായി ചോദിച്ചു, ഇതെന്താ ആനക്കുട്ട, ഗതയുമൊക്കെയായി, എന്താ പരിപാടി? ഓ, അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അതാ. എവിടെ? ഈ കുറ്റിക്കാട്ടിലോ?
ആ അത് വിട്. ഇത് എന്താടാ ഈ കുടത്തില്? കഴിക്കാൻ പറ്റിയത് വല്ലതുമാണോ? ഞാനാണേ വിശന്നു വലഞ്ഞിരിക്കുക. ഓ, ഇതിനകത്തൊന്നുമില്ലെന്നേ. നോണ, വലിയ നോണ. നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ചോ, ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ? വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന്. എന്താ അതിന്റെ രുചി? ഇത്തിരി എനിക്ക് കൂടി താടാ. ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ? 3-4 കുമ്പിള് തരാം. ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ. അതുവരെ ചേട്ടൻ ദേ ആ മരത്തിൽ തല ചേർത്ത് വെച്ച് നിന്നോ. മതിയടാ, അത് മതി. സന്തോഷം കൊണ്ട് മതിമറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റെ തല ചേർത്ത് വെച്ചു നിന്നു. മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത്. തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി. പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു. അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു. വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു, ഇവനെ ഞാൻ വിഡ്ഢികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു. എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും. മുത്തശ്ശി, എല്ലാ വർഷവും വിഷു ആവുമ്പോഴേക്കും എങ്ങനെയാ ഈ കൊന്നകൾ പൂക്കുന്നത്? വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ്. മുത്തശ്ശി, കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം. അമ്പലത്തിൽ തൊഴാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതെ, വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം. അത് ഞങ്ങൾ നോക്കാം. അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു. സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി. അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി. അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ കുട്ടിക്കുരങ്ങനും വന്നിരുന്നു. അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും. പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ കണ്ടു തുടങ്ങി. ആ മതി മതി,
നട അടച്ചു. മോനെ വാ, നേരം വൈകി, പോകാം നമുക്ക്. അമ്മേ, ഭഗവാൻ എനിക്ക് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ഇടാൻ തന്നു. ഭഗവാന്റെ ആഭരണങ്ങളോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നെ വലിയ ഇഷ്ടാ. ഈ ഇടയായിട്ട് ഇവന് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്പലത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം. ദേവദോഷം പറയരുത് പൂജാരി, അവൻ കുട്ടിയല്ലേ. കുട്ടിയാണെങ്കിലും കുരങ്ങനല്ലേ വർഗം. പൂജാരിയുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ കുട്ടിക്കുരങ്ങൻ മാത്രം ഉറങ്ങിയില്ല. ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം. ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി. ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ അമ്മക്കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു. കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പായി. അങ്ങനെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു. പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത്. നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു. വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നോ? എഴുന്നേൽക്കട അവിടുന്ന്. അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി. കൂട്ടത്തിൽ അവന്റെ അമ്മയും. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ ആ അമ്മ മകനെ തട്ടിയുണർത്തി. കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി. പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. ഹായ്, എന്തൊരു ഭംഗി. ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉലകം കൊള്ളിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല. എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന അവനെ ശാസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളും എല്ലാം ചേർന്ന് അവന്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി. കുട്ടിക്കുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി. കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി. ഓടിത്തളർന്ന കുട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി എറിഞ്ഞു. അത് ചെന്ന് വീണ മരത്തിൽ സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ. എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വീട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. മുത്തശ്ശി വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി കാണാം. ഓക്കെ, എന്നാൽ വാ. മുത്തശ്ശി വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇല്ലില്ല, നിങ്ങൾ കളിക്കും. മുത്തശ്ശി ഇതേ ഇവിടെ ഇരിക്കാം. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി കളിച്ചു ക്ഷീണിച്ചു അല്ലേടാ? അതെ അതെ, എന്നാലും നല്ല രസമുണ്ട് അല്ലേ നമ്മുടെ പുതിയ വീട്? കളിക്കാൻ സ്ഥലം തൊട്ടടുത്തായി പുഴ. പിന്നെ അന്നും ഇന്നും എന്നും കഥ പറഞ്ഞു തരാൻ കൂട്ടിന് മുത്തശ്ശിയും.
കൊതിയായി. ശരി ശരി, മുത്തശ്ശി ഇന്ന് ഒരു അണ്ണാരക്കണ്ണന്റെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ പാവം അണ്ണാൻ താമസിച്ചിരുന്നു. അമ്മേ, രാവിലെ തന്നെ വിശന്നിട്ട് വയ്യല്ലോ. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ അണ്ണാരക്കണ്ണൻ ഭക്ഷണം തേടി യാത്ര പുറപ്പെട്ടു. എന്തെങ്കിലും തിന്നാൻ തരപ്പെടുമോ എന്നറിയാൻ അവൻ എല്ലായിടത്തും പരതി നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് കാടിന് നടുവിലുള്ള ഒരു വലിയ മാവിന് മുന്നിലെത്തി. അതാ മരക്കൊമ്പിൽ ഒരു നല്ല പഴുത്ത മാമ്പഴം കിടന്നാടുന്നു. നല്ല സ്വാദ്. അവിടെ ഇരുന്ന് തിന്നുന്നത് അപകടമാണ്. ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇവിടെ നിന്നും തടി തപ്പാം. സ്വൈര്യമായി ഇതൊന്ന് കഴിക്കാൻ പറ്റിയിടം കണ്ടെത്തണം. ഇതും ചിന്തിച്ച് കൊതിയോടെ ഓടുമ്പോൾ മുന്നിലുള്ള വലിയ കുഴി അവൻ കണ്ടില്ല. അവൻ സർവശക്തിയും എടുത്ത് ചാടി നോക്കി. ഒരു രക്ഷയുമില്ല. ഇത്ര വലിയ കുഴിയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാൻ? രക്ഷിക്കണേ! അപ്പോഴാണ് അതുവഴി ഒരു കുരങ്ങൻ വന്നത്. ആരാണ് ഈ കുഴിയില്? ഞാൻ അണ്ണാരക്കണ്ണനാണ്. പുറത്ത് ആരാണ്? കുരങ്ങേട്ടനാണോ? അതെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഈ കുഴിയിൽ നിന്നും പുറത്തു കടക്കാൻ ഇത് തന്നെ വഴി. അത് പിന്നെ കുരങ്ങേട്ടാ, എനിക്ക് ദൈവത്തിന്റെ ഒരു മെയിൽ കിട്ടി. അതിൽ ആകാശം ഇടിഞ്ഞു വീടാൻ പോകുകയാണ്. ജീവൻ വേണ്ടവർ വല്ല കുഴിയിലും ചാടി ഒളിഞ്ഞിരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ ഇത്? പിന്നില്ലാതെ. അല്ലെങ്കിൽ ഞാൻ ഈ കുഴിയിൽ വന്നിരിക്കുമോ? എനിക്കെന്താ വട്ടോ? അല്ല, അതും ശരിയാണ്. എന്നാൽ ഞാനും കൂടി വരട്ടെ? ഏയ്, അത് ശരിയാകില്ല. നീ തീരെ ശ്രദ്ധയില്ലാത്തവനാണ്. നീ എങ്ങാനും ശബ്ദമുണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും ഈ സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ ആകെ തിരക്കാകും. ഞാൻ എന്ത് ശബ്ദമുണ്ടാക്കാൻ? ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഞാനൊരു മൂലക്കിരുന്നോളാം. ശബ്ദമുണ്ടാക്കിയാൽ പുറത്തു പോകേണ്ടി വരും. അത് ഞാനായാലും നീ ആയാലും. കുരങ്ങൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. വേഗം തന്നെ ആ കുഴിയിലേക്ക് ചാടി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ഒരു ആന അതിലേ വന്നു. അവനും കാര്യമന്വേഷിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കേട്ട ആനയും കുറച്ചു സ്ഥലം കൊടുക്കാൻ അപേക്ഷിച്ചു. ഒരു കാരണവശാലും തുമ്മുകയില്ലെന്ന് ഉറപ്പ് വാങ്ങിച്ച് ആനയെയും അണ്ണൻ കുഴിയിലേക്ക് ഇറങ്ങാൻ സമ്മതിച്ചു. അധികം താമസിയാതെ ഒരു കുറുക്കനും കൂടി അവരോടൊപ്പം ചേർന്നു. എല്ലാവരും ഭയത്തോടെ അവിടെ കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് അണ്ണാരക്കണ്ണൻ കുറുക്കനെ നോക്കി പറഞ്ഞു, ഏയ്, നീ തുമ്മാൻ പോകുകയാണല്ലേ? ഇല്ലില്ല, ഞാൻ തുമ്മുകയില്ല. തുമ്മിയാൽ പിന്നെ നീ പുറത്താണ്. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിപ്പാണ്. പെട്ടെന്ന് അണ്ണാൻ തന്റെ മൂക്കിന്റെ തുമ്പത്ത് കൈവച്ചു. കുറുക്കൻ അത് കണ്ടു. അപ്പോൾ അണ്ണാൻ പറഞ്ഞു, ഏയ്, ഞാൻ തുമ്മുകയില്ല. ഞാൻ വെറുതെ കൈവച്ചതാണെടോ. എന്നാൽ അണ്ണാൻ പിന്നീട് ഞെരിപിരി കൊള്ളാൻ തുടങ്ങി. അവൻ തുമ്മാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. അവർ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം അണ്ണാന് തുമ്മലടക്കാനായില്ല. അതോടെ മറ്റുള്ളവർ ചേർന്ന് അണ്ണാനെ പൊക്കി കുഴിക്ക് വെളിയിലേക്കിട്ടു. താങ്ക് യു ഗൈസ്. പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ടാറ്റാ. ഇതും പറഞ്ഞ് രക്ഷപ്പെട്ട സന്തോഷത്തിൽ അണ്ണാൻ തന്റെ മാളം ലക്ഷ്യമാക്കി യാത്രയായി. ഓർക്കാപ്പുറത്ത് അപകടം നേരിടേണ്ടി വരുമ്പോൾ തളരാതെ അതിനെ ബുദ്ധിപൂർവ്വം നേരിടുകയാണ് വേണ്ടത്.